ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 3-ഫേസ് വേവ് ഫോം നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയും, അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് 3-ഫേസ് വോൾട്ടേജ് വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നത്? 120 ഡിഗ്രി സ്പേസ് ഡിഫറൻസിൽ ക്രമീകരിച്ചിരിക്കുന്ന 3 സെറ്റ് വൈൻഡിങ്സ് മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുമ്പോഴാണ് 3-ഫേസ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത്. രണ്ട് വോൾട്ടേജ് വേവ് ഫോം തമ്മിലുള്ള ഫേസ് ആംഗിൾ ഡിഫറൻസ് 120 ഡിഗ്രിയാണ്. ആർ ഫേസ് 0 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വൈ ഫേസ് 120 ഡിഗ്രിയിലും ബി ഫേസ് 240 ഡിഗ്രിയും സ്റ്റാർട്ട് ചെയ്യും. ഒരു ഫുൾ സൈക്കിൾ ഓഫ് വേവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയും ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയുമാണ്. എക്സ് ആക്സിസിൽ സമയവും വൈ ആക്സിസിൽ വോൾട്ടേജും മാർക്ക് ചെയ്തിരിക്കുന്നു. ടൈം ആക്സിസ് ഞാൻ 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 180, 360, 540, 720 ഡിഗ്രി. ആർ ഫേസ് വേവ് ഫോം 0 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി വരെയും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ 180 to 360 ഡിഗ്രി വരെയുമാണ്. ഇതിൽ ഓരോ ഹാഫ് സൈക്കിളും വീണ്ടും 3ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു. 60, 120 ആൻഡ് 180. മുൻപ് പറഞ്ഞതുപോലെ വൈ ഫേസ് 120 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എക്സ് ആക്സിസിലെ 3 ചെറിയ ഭാഗങ്ങൾ കൂടിച്ചേരുന്ന പോയിന്റ്, അതായത് 300 ഡിഗ്രിയിൽ വൈ ഫേസിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നു. അതായത് 300 മുതൽ 480 വരെ ഉള്ള 3 ഭാഗങ്ങൾ കൂടിച്ചേരുമ്പോൾ വൈ ഫേസിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നു. 120 ഡിഗ്രിക്ക് മുമ്പുള്ള ഭാഗം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക. ബി ഫേസ് 240 ഡിഗ്രിയിലാണ് ആരംഭിക്കുന്നത്. എക്സ് ആക്സിസിലെ 3 ചെറിയ ഭാഗങ്ങൾ കൂടിച്ചേരുന്ന പോയിന്റ്, അതായത് 420 ഡിഗ്രിയിൽ ബി ഫേസിൻ്റെ ഹാഫ് സൈക്കിൾ പൂർത്തിയാകുന്നു. ആംഗിൾ 60 മുതൽ 240 വരെയുള്ള ഭാഗങ്ങളാണ് ബി ഫേസിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ബി ഫേസ് വേവ് ഫോം പൂർത്തിയാക്കുക. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.